വെറ്റില തൈകളുടെ കടഭാഗം ചീഞ്ഞു പോകുന്നത് വെറ്റില കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. മഴക്കാലത്ത് ഇതാദ്യമായാണ് കൃഷിത്തോട്ടത്തിൽ നാശം സംഭവിക്കുന്നതെന്ന് തിരൂർ തലക്കാടുള്ള കർഷകൻ അത്തിക്കൽ ബാവ പറയുന്നു. തിരൂർ തലക്കാട് പഞ്ചായത്ത് 9-ാം വാർഡിലെ കർഷകൻ അത്തിക്കൽ ബാവയുടെ കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കടഭാഗം ചീഞ്ഞ അവസ്ഥയിലായ വെറ്റില തൈകൾ. ലക്ഷങ്ങളുടെ വരുമാനം തരുന്ന വെറ്റില കൃഷിയിൽ മഴക്കാലത്ത് ഇതാദ്യമായാണ് നാശം സംഭവിക്കുന്നത്. ഇതോടെ വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ബാവ പറയുന്നു. 1000-1200 വെറ്റിലുള്ളിരുന്ന സ്ഥലമാണ്. അതൊക്കെ പോയി മണ്ണിട്ടിട്ടും കാര്യം ഉണ്ടായില്ല. കൊല്ലത്തിൽ ഇല്ലാത്ത സംഭവം ഉണ്ടായത് കൂടുതൽ. ഇതിപ്പോ കുറെ ഉണ്ടാവുന്നത് കുറെ ഇത് ഇറക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വൃത്തിയാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ഉണ്ടാക്കി കിട്ടണമെങ്കിൽ രണ്ടാമത് ഇത് കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അമ്മായിട്ടുള്ളതാണ്. പഴയ കാലത്ത് തന്നെയുള്ളതാണ് ഈ കൊടി നമ്മൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ ഇപ്പോഴ് ഇത് മൊത്തത്തിൽ പോയി എത്രയോ കൊല്ലമായിട്ട് ഭയങ്കര നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് ചടപ്പുള്ള കാലമാണ്. വില കുറഞ്ഞ സമയമാണ് ഇപ്പോഴ്. പിന്നെ വില ഉണ്ടാവാറുണ്ട്, നല്ല വില ഒക്കെ കിട്ടും. കൂലിച്ചെലവ് കുറെ കൂടുതലാണ്. എന്നാലും ഞാൻ എത്ര കൊല്ലങ്ങളായിട്ട് ഇത് കൊണ്ടുനടക്കുന്നത് ഞാനൊരു സംഭവം മൊത്തത്തിൽ പോയ മാതിരിയാണ് ഇത് കാണുന്നത്. ഇനി വെയിലറച്ചാൽ ഇതിന്റെ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോ വള്ളിങ്ങനെ ചെയ്യലാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം. ഈ മണ്ണിന്ന് ഉരുണ്ട് വന്നിട്ട് അകത്തിൽ വെള്ളം വന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളാണ് ഈ കൃഷിക്കാർക്കുള്ളത്. ഏറെ ഈ പ്രകൃതിയുടെ സമയത്താണ്. പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് കാറ്റടിക്കുക, വെള്ളം നല്ലോണം വരിക, ആ സമയത്തൊക്കെ ഈ കൃഷി നല്ലോണം നശിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഈ വിലയും നഷ്ടം, വിലക്കുറവും. അതുകൊണ്ട് തന്നെ ചില സമയത്ത് കൃഷിക്കാർക്ക് വലിയ നഷ്ടങ്ങൾ ഈ വെറ്റില കൃഷിയിൽ വരുന്നുണ്ട്. പിന്നെ കയറ്റുമതി എന്ന നിലയിൽ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു, അത് നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണ് ഈ മാർക്കറ്റ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കയറ്റുമതി ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിന് ഒരു വലിയ വില വരുന്നു. അപ്പൊ അതും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം. വെറ്റില കൃഷിക്ക് പുറമെ കുരുമുളക്, അടയ്ക്ക, പച്ചക്കറികൾ, നെൽകൃഷി എന്നിവയും ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. പ്രശ്നത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് ഈ കർഷകന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരൂർ.